നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരസ്യ ഏജൻസിക്ക് സർക്കാർ എത്ര തുക നൽകുന്നു എന്നത് ദുരൂഹം. PRDയുടെ ബജറ്റ് ശീർഷകത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നത്. പരസ്യവും ദൃശ്യ പ്രചരണത്തിനും 29 കോടി 64 ലക്ഷവും, ഫീൽഡ് പബ്ലിസിറ്റിക്ക് 7 കോടി 44 ലക്ഷവും, സ്പെഷ്യൽ PR-ന് 4 കോടി 61 ലക്ഷവും PRDയുടെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതമായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇരട്ടിയിലധികം വരും യഥാർത്ഥ ചെലവ്. ഇത് കൂടാതെയാണ് കിഫ്ബിയും മറ്റ് വിവിധ വകുപ്പുകൾ വഴിയുള്ള പ്രചരണവും. 125 കോടി കിഫ്ബി പരസ്യത്തിനായി ചെലവഴിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. റിയാസിന്റെ ടൂറിസം വകുപ്പിന്റെ പരസ്യത്തിന് മാത്രം 130 കോടി 39 ലക്ഷം രൂപയാണ് KN ബാലഗോപാൽ നൽകിയിരിക്കുന്നത്. 2021 മെയ് 20 മുതൽ ജൂൺ 19, 2024 വരെയുള്ള കണക്കാണ് ഇത്. തിരുവനന്തപുരത്തെ 2 ഏജൻസികളും ന്യൂഡൽഹിയും കൊച്ചിയിലും ഉള്ള ഏജൻസികളുമാണ് ടൂറിസം വകുപ്പിന്റെ സ്വന്തം പരസ്യ ഏജൻസികൾ. തിരുവനന്തപുരത്തെ സ്റ്റാർക്ക്, ഇൻവിസ്, ന്യൂഡൽഹിയിലെ MD നിഷ എന്നീ പരസ്യ ഏജൻസികൾക്കാണ് ടൂറിസം വകുപ്പ് കോടികളുടെ പരസ്യം നൽകിയതെന്ന് മുഹമ്മദ് റിയാസ് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. PR-ന് വേണ്ടി കോടികൾ മുടക്കിയ മറ്റൊരു മന്ത്രി KK ശൈലജയാണ്. ആരോഗ്യ വകുപ്പിന്റെ പബ്ലിസിറ്റി ശീർഷകത്തിൽ നിന്നും മറ്റ് ആരോഗ്യ മിഷൻ പദ്ധതികളിൽ നിന്നുമായിരുന്നു ശൈലജ ഇതിന് പണം കണ്ടെത്തിയിരുന്നത്. മൈത്രി പരസ്യ ഏജൻസിയാണ് സർക്കാരിന്റെ ഭൂരിഭാഗം വകുപ്പുകളുടെയും PR ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ പുതിയ പരസ്യ ഏജൻസിക്ക് ഏത് വഴിയാണ് പണം നൽകുന്നതെന്ന വിവരവും വൈകാതെ പുറത്തു വരും. 1000 കോടിക്ക് മുകളിൽ PR-ന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.